ആര്യ കേൾക്കാമോ? എന്തൊക്കെ കാഴ്ചകളാണ്? ധന്യ, ഇതാ ഇപ്പോൾ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അയ്യപ്പൻ കോവിലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ജോസ് ജംഗ്ഷനിൽ വെച്ചും ഇതാ ശോഭയാത്രകളുമായി ചേർന്ന് എറണാകുളം ശിവക്ഷേത്ര മൈതാനിയിലൂടെയാണ് സമാപിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ണന്മാരും രാധമാരും എല്ലാവരും റെഡിയാണ്. കണ്ണന്റെ പേരെന്താ? സഞ്ജയ് കൃഷ്ണ. ഇഷ്ടമായോ ഒരുങ്ങിയിട്ട്? ഇഷ്ടായി. കണ്ണനെ ഇഷ്ടമാണോ? ഒരുപാട് കണ്ണൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയണ്ട്, കണ്ണൻ എല്ലാ ദിവസത്തൊക്കെ ഇട്ട് നടക്കണ്ടേ. ഒരു ദിവസം ഇടുമ്പോ തന്നെ അത്രയും വേദന ആവുന്നുണ്ട്. അപ്പൊ അത്ര എല്ലാ ദിവസം ഇടുമ്പോ കണ്ണന്റെ വേദന മനസ്സിലാവുന്നു. അപ്പോ കുട്ടികളൊക്കെ ഒരുങ്ങി റെഡിയാണ്. കണ്ണൻ എങ്ങനെയാണ് ഇതൊക്കെ ഇട്ട് ഇത്രയും നടക്കുന്നതെന്നൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പോ മോന്റെ പേരെന്താ? കണ്ണന്റെ സായ്. ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങാനൊക്കെ? അപ്പോൾ ഒരുങ്ങാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി കണ്ണനും രാധയും ഒക്കെ ആയി വാലിട്ട് കണ്ണെഴുതി അതേ വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ഘോഷയാത്രയ്ക്കൊപ്പം നീങ്ങുകയാണ്. ഇങ്ങനെ നീങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം നിരവധി കണ്ണന്മാരെയാണ് അച്ഛനും അമ്മയൊക്കെ എടുത്ത് നടക്കുന്നത്. അത്രയും ചെറിയ കുട്ടികൾ മുതലാണ് ഈ ഘോഷയാത്രയ്ക്ക് റെഡിയായിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഗോപികമാരും കണ്ണനും കൂടെ ഡാൻസ് നൃത്തം കളിക്കുകയാണ്. അവരുടെ ആ കണ്ണൻ്റെ പാട്ടിനനുസരിച്ചുള്ള നൃത്തമാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ വിവിധ ആഘോഷങ്ങളോട് കൂടി തന്നെ ഈ ഒരു ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ഇങ്ങനെ ഗതാഗത നിയന്ത്രണങ്ങളും ഒക്കെയായി വലിയ സുരക്ഷയിൽ തന്നെയാണ് ഈ ഒരു ആഘോഷം മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മലയാളികളായ കുട്ടികൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എറണാകുളത്ത് നിന്നുള്ള കാഴ്ചകളും വിവരങ്ങളും ഒക്കെയാണ് ഘോഷയാത്രയുടെ ആര്യ നൽകിയത്. സനിസ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനിസ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ഡാൻസ് പാട്ടോടൊക്കെയാണ് ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എത്രത്തോളം ഭംഗിയുണ്ട്? ഇപ്പോൾ നമ്മൾ ഘോഷയാത്രയുടെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ധന്യ. ഇവിടെ ഇപ്പോൾ പല ക്ലസ്റ്ററുകൾ തിരിച്ചാണ് ഇവിടെ ഘോഷയാത്രയുടെ ഭാഗമാകുന്ന ആൾക്കാർ. ഈ ഗോകുലത്തിന്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്ന, പല പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഭാഗമായിട്ടാണ് ഈ ഘോഷയാത്രയുള്ളത്. ഇപ്പോൾ ഇതാ ഒരു മനോഹരമായിട്ടുള്ള ഒരു കണ്ണനെ നമുക്ക് കാണാം. കണ്ണന്റെ പേരെന്താ? മന്ദാകിനി. മന്ദാകിനിയാണോ? ഇങ്ങനെ ഒരുങ്ങിയപ്പോ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഘോഷയാത്രയിൽ? നന്നായിട്ടുണ്ട്. തളർന്നോ നടന്ന്? ഇല്ല. അത്തരത്തിൽ തന്നെ ഇവിടെ വലിയ ജനാവലിയാണുള്ളത്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കലാപരിപാടികൾ കാണാം. അത്തരത്തിൽ നമ്മുടെ തൊട്ട് മുൻപിലായിട്ട് കുറച്ച് ഗോപികമാരും കണ്ണന്മാരും ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ധന്യ, മറ്റ് ഒരുപാട് കണ്ണനും അതുപോലെ തന്നെ രാധികമാരുമുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് വലിയ രീതിയിലാണ് ഈ ഘോഷയാത്ര ഒരുക്കിയിട്ടുള്ളത്. ഈ കണ്ണനും ഗോപികമാരുമൊക്കെ വീൽ ചെയറിൽ ഉള്ളവർ പോലും ഇത്തരത്തിൽ ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. അത്തരത്തിൽ ഉള്ള കുട്ടികൾക്ക് വരെ ഇതിനൊക്കെ ഒരു അവസരം ലഭിക്കുന്നു എന്നതൊക്കെ ഇത്തരം ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത്തരം വളരെ സന്തോഷമുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ സന്തോഷം. എല്ലാവരും ആ ഒരു ദൃശ്യം കാണുമ്പോൾ വളരെ സന്തോഷം. ഇവിടെയുള്ള കാണികൾ വരെ വളരെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതാ മുൻപിലായിട്ട് ഗോപികമാരും കണ്ണന്മാരും ഒക്കെ ഡാൻസിലൊക്കെ മുഴുകി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ ഭാരതാംബയുടെ കയ്യിലും കാവിക്കൊടിയാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കൂടെ ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ടുണ്ട്. ഒട്ടനവധി കണ്ണന്മാരും ഗോപികമാരും ഈ ഒരു ഘോഷയാത്രയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഗോപികമാരുടെ കൊച്ചുകുട്ടികൾ ഇത്തരത്തിൽ ഒരുങ്ങി വളരെ മനോഹരമായി ഈ ഒരു റോഡിലൂടെ പിച്ചവെച്ച് വരുന്ന ഈ രംഗങ്ങളാണ്.
കുറച്ച് മുൻപിലായിട്ടാണ് വാദ്യോപകരണങ്ങളും അതുപോലെ തന്നെ കലാപരിപാടികളും ഒക്കെ ഉള്ളത്. ക്ലസ്റ്ററുകൾ തിരിച്ചിട്ട് ഉള്ള ഈ ഘോഷയാത്ര ആയതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തു നിന്നുമുള്ളവർ ഓരോ രീതിയിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു ഭാരതാംബയും അതുപോലെ തന്നെ കുചേലനെയും ഒക്കെ കാണാൻ. കുചേലൻ, ഭാരതാംബ, അതുപോലെ കുഞ്ഞി കൃഷ്ണന്മാർ, ഗോപികമാർ, അത്തരത്തിൽ വലിയ തരത്തിലാണ് ഇവിടെ ഘോഷയാത്ര, ഈ മഹാഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പുറകിലോട്ടായിട്ടാണ് ഈ നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ വരുന്നത്. മുൻപിലോട്ടായിട്ടാണ് വാദ്യോപകരണങ്ങളും മറ്റ് കലാപരിപാടികളും ഒക്കെ വരുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് ഈ വാദ്യോപകരണങ്ങളൊക്കെ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയൂ. നിങ്ങളൊന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും. വാദ്യോപകരണത്തിന്റെ അടുത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്. എൻ്റെ ഒരു ഗസ്സിംഗ് വെച്ചിട്ട് ഇത് പഞ്ചാരിമേളം പോലെയുള്ള എന്തോ ഒരു വാദ്യോപകരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് അല്പസമയം അതൊന്ന് ആസ്വദിക്കാം. തന്നെയാണ് തിരുവനന്തപുരത്തെ കാഴ്ചകളാണ്. സനിസ, തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എറണാകുളത്തേക്ക് കൂടി പോകുന്നു. എറണാകുളത്തും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ശോഭായാത്ര ആരംഭിച്ചിരിക്കുന്നത്. ആര്യ ചേരുന്നുണ്ട്. ആര്യ, നടന്നു നീങ്ങി തുടങ്ങിയോ? എത്ര വർണ്ണാഭമായി ഒരുക്കിയാണ് ഈ തവണത്തെ ശോഭായാത്ര? അയ്യപ്പൻകാവിൽ നിന്നും ആരംഭിച്ച യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. സ്ഥലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിൽ ഒക്കെയായിട്ടുള്ള ഘോഷയാത്രകൾ അങ്ങനെ വലിയ ശിവക്ഷേത്രമായി മാറിയിലൂടെ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ശോഭയാത്രയുടെ കാഴ്ചകളാണ് കണ്ടത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു.